വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ഇൻ എ സി സർക്യൂട്ട്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ഓൾറെഡി പവർ ഇൻ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടും പവർ ഇൻ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പവർ ഇൻ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത് 0 ആണ്. അത്തരത്തിലുള്ള കറണ്ടിനെ നമ്മൾ വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പവർ ഇൻ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ IRMS ഇൻറ്റു ERMS ആണെന്നല്ല നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പവർ ഇൻ LR സീരീസ് സർക്യൂട്ടാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു ലെറ്റ് ദ അപ്ലൈഡ് EMF ഓർ ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് അപ്ലൈഡ് EMF ബി E' ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി നമുക്കൊരു ഐഡിയ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ടും EMFും തമ്മിലുള്ള ഫേസ് ഫോർ LR സീരീസ് സർക്യൂട്ട് എന്താണെന്ന് അറിയാം. എന്താണ്? ഇൻ ദ കേസ് ഓഫ് LR സീരീസ് സർക്യൂട്ട് കറണ്ട് lags അല്ലേ, കറണ്ട് ലാഗ്സ് അപ്ലൈഡ് EMF ബൈ എ ഫേസ് ഓഫ് ഫൈ ആണ്. ഫൈ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്ലൈഡ് EMF ആൻഡ് കറണ്ട് ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് I' ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് ഫൈ. ക്ലിയർ അല്ലേ? സോ വാട്ട് വിൽ ബി ഇൻസ്റ്റൻറ്റേനിയസ് പവർ? ഇൻസ്റ്റൻറ്റേനിയസ് പവർ P' ഈക്വൽ ടു E', I'. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ആവറേജ് പവർ കാണുക എന്നുള്ളതാണ്, ഇൻസ്റ്റൻറ്റേനിയസ് പവർ അല്ല. ഓക്കെ, സോ P' ഈക്വൽ ടു E' ഇൻറ്റു I'. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം E0 ആൻഡ് I0 ഞാൻ അതിന് രണ്ടിനും ഞാൻ ആദ്യം കോമൺ ആയിട്ട് എടുത്ത് എഴുതി. സോ E0 ഇൻറ്റു I0. ഇനി സൈൻ ഒമേഗ ടി ഇവിടെ കൊടുത്തു, സൈൻ ഒമേഗ ടി ഇവിടെയോ സൈൻ ഒമേഗ ടി മൈനസ് 5. സോ P' ഈക്വൽ ടു E0 I0 സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 5. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ സൈൻ ഒമേഗ ടി മൈനസ് 5നെ ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ് യൂസിങ് സൈൻ A മൈനസ് ബി 4. സൈൻ A മൈനസ് ബി എന്താ? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സോ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും E0 I0 സൈൻ ഒമേഗ ടി. അത് ഈ ഫസ്റ്റത്തെ ടേമുകൾ ഞാൻ അതേപോലെ കൊടുത്തു. ഇനി ഇതിന് ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് എക്ക് പകരം ഒമേഗ ടി ആണ്, ബിക്ക് പകരം ഫൈ ആണ്. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം സൈൻ ഒമേഗ ടി കോസ് ഫൈ മൈനസ് കോസ് ഒമേഗ ടി സൈൻ 5. ക്ലിയർ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാം? ഈ സൈൻ ഒമേഗ ടിനോണ്ട് ഈ ബ്രാക്കറ്റിനുള്ള ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പം E0 I0 ഇൻറ്റു ഫസ്റ്റത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ സ്ക്വയർ ഒമേഗ ടി ഇൻറ്റു കോസ് 5 മൈനസ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഇൻറ്റു സൈൻ 5. അതായത് ഞാൻ ഈ സൈൻ ഒമേഗ ടിനോണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ബ്രാക്കറ്റിലെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പം എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടി. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ സ്ക്വയർ ടേമുകളൊന്നും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ ഞാൻ ആ ഒരു കൺവേർഷൻ ചെയ്യാൻ പോവാണ്. സൈൻ സ്ക്വയർ ഒമേഗ ടീനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഫസ്റ്റ് ഓർഡർ ആയിട്ട് മാറ്റാൻ പോവാണ്. അതായത് റേസ് ടു പവർ 1 എന്നുള്ള രീതിയിലേക്ക് ആക്കാൻ പോവാണ്. നമുക്കറിയാം സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ സൈൻ സ്ക്വയർ ഒമേഗ ടിനെ ഞാൻ മാറ്റി എഴുതുന്നു. E0 I0 അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. സൈൻ സ്ക്വയർ ഒമേഗ ടിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡ് ബൈ 2 ഇൻറ്റു ബാക്കിയുള്ളത് ആരാ? കോസ് 5 മൈനസ് ഇവിടെ നോക്കിയേ സൈൻ ഒമേഗ ടി ഉണ്ട്, കോസ് ഒമേഗ ടി ഉണ്ട്. നമുക്കറിയാം സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ ഒരു 2ൻ്റെ മിസ്സിംഗ് അല്ലേ ഉള്ളൂ. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടിനെ എങ്ങനെ എഴുതാം? സൈൻ 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 5. ക്ലിയർ അല്ലേ? Okay, so this is equal to E0 I0 into 1 minus cos 2 omega t by 2 into cos 5 minus sin 2 omega t by 2 into sin 5. Now the average power P equal to average power കാണാനുള്ള ജനറൽ ഇക്വേഷൻ ആണ് എന്ത്? ഇന്റഗ്രൽ 0 to t P' dt ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to t dt. പക്ഷെ നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to t dt എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം പീരീഡ് ആണ്. സോ അതിനെ ടി ആക്കി മാറ്റാം. സോ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ദിസ് ഇസ് ഈക്വൽ ടു E0 I0 കാരണം കോൺസ്റ്റൻ്റ് ആണ് E0 I0. സോ E0 I0 ഇനി രണ്ട് സ്ഥലത്തും 2 കോമൺ അല്ലേ. സോ ഡിവൈഡ് ബൈ 2. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു ടൈം പീരീഡ് ടി കിട്ടും അല്ലേ. സോ ഡിവൈഡ് ബൈ ടി ആൾസോ. സോ E0 I0 ബൈ 2t ഇൻ്റഗ്രൽ 0 to t. ഇനി ബാക്കിയുള്ളത് ബ്രാക്കറ്റിൽ ബാക്കി ആരുണ്ടാവുക? 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഇൻറ്റു കോസ് 5 മൈനസ് സൈൻ 2 ഒമേഗ ടി ഇൻറ്റു സൈൻ 5 ഇൻറ്റു ഡി ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ടേമിന് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ദിസ് ഇസ് ഈക്വൽ ടു E0 I0 by 2t into
ബ്രാക്കറ്റിൽ ഇൻ്റഗ്രൽ ഫസ്റ്റ് ഇത് ആരാ 1 ഉണ്ട് അല്ലേ. ഇത് ആക്ച്വലി 2 ടേമായിട്ട് നമുക്ക് എഴുതിക്കൂടെ. കോസ് 5 എന്നുള്ള ഫസ്റ്റ് ടേമും രണ്ടാമത്തെ ടേമും മൈനസ് കോസ് 2 ഒമേഗ ടി ഇൻറ്റു കോസ് 5 എന്നാക്കാമല്ലോ. സോ ഓരോ ടേമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എന്ത് വരും, കോസ് 5 അല്ലേ. സോ ഇൻ്റഗ്രൽ 0 ടു ടി കോസ് 5 ഡി ടി മൈനസ് സെക്കൻഡ് ടേം അതാ മൈനസ് കോസ് 2 ഒമേഗ ടി ഇൻറ്റു കോസ് 5 ഡി ടി. സോ മൈനസ് ഇൻ്റഗ്രൽ 0 ടു ടി കോസ് 2 ഒമേഗ ടി കോസ് 5 ഇൻറ്റു ഡി ടി മൈനസ് തേർഡ് ടേം sin 2 omega t into sin 5. So integral 0 to t sin 2 omega t into sin 5 dt. ഇനി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്, ആവറേജ് വാല്യൂ ഓവർ കംപ്ലീറ്റ് സൈക്കിൾ എത്രയാണ്, 0 ആണ് അല്ലേ. അപ്പം ഈ ഒരു ടേം ഉണ്ടാവുമോ, കാരണം ഇവിടെ കോസ് 5 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ സൈൻ 5 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഫേസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. പിന്നെ ടൈമിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ ആര് മാത്രമേ ഉള്ളൂ, ഈ 2 ഒമേഗ ടി കോസ് 2 ഒമേഗ ടിയും സൈൻ 2 ഒമേഗ ടി ആണ്. പക്ഷെ നമുക്കറിയാം സൈനിൻ്റെയോ കോസിൻ്റെയോ ആവറേജ് വാല്യൂ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് എപ്പോഴും 0 ആണ്. സോ ഈ ഒരു വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത് ചെയ്യാൻ എത്ര ചെയ്താൽ മതി, ഈ കോസ് 5 കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രേഷന് പുറത്തേക്ക് എടുക്കുക. ഇൻ്റഗ്രേഷന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റഗ്രൽ 0 ടു ടി കോസ് 2 ഒമേഗ ടി ഡി ടി അതിൻ്റെ വാല്യൂ 0 ആണ്. ഇവിടെയാണെങ്കിൽ സൈൻ 5നെ പുറത്തേക്ക് എടുക്കുക, പിന്നെ ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ 2 ഒമേഗ ടി ഡി ടി അതിൻ്റെ ആവറേജ് വാല്യൂ എന്താണ്, 0 ആണ്. സോ ഫസ്റ്റത്തെ ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഫസ്റ്റത്തെ ടേമിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, കോസ് 5 കോൺസ്റ്റൻ്റ് ആണ്, കോസ് 5നെ പുറത്തേക്ക് എടുക്കാം, ഇൻ്റഗ്രൽ 0 ടു ടി ഡി ടി. ഇൻ്റഗ്രൽ 0 ടു ടി ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ദ ടൈം പീരീഡ് ടി. സോ ദിസ് ഇസ് ഈക്വൽ ടു E0 I0 by 2t ഇൻറ്റു കോസ് 5 ഇൻറ്റു ടൈം പീരീഡ് ടി മൈനസ് സെക്കൻഡ് ടേം 0 തേർഡ് ടേം 0. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ ഒരു ടി ഉണ്ട്. ഈ ഇക്വേഷൻ അങ്ങനെ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ ഒരു ടി ഉണ്ട്, രണ്ടും കട്ട് ചെയ്ത് പോകും. ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, E0 I0 കോസ് 5 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനി E0 I0 ബൈ 2നെ നമ്മൾ പ്യുവർ റെസിസ്റ്റീവിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2നെ √2 ഇൻറ്റു √2 ആക്കി കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു ERMS ഇൻറ്റു IRMS. പിന്നെ അതിൻ്റെ കൂടെ ഒരു കോസ് 5 കൂടെ ഉണ്ട്. സോ കോസ് 5. So this is equal to, or the average power P equal to ERMS into IRMS into cos 5, where cos 5 is known as the power factor. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു cos 5 എന്ന് പറയുന്നതാണ് എനർജി സ്പെൻഡ് എത്രയാണെന്നുള്ള പറഞ്ഞിരുന്നതാണ് അല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. എല്ലാ സീരീസ് സർക്യൂട്ടിൻ്റെ കേസിലുള്ള പവർ ഫാക്ടർ എത്രയാ, cos 5 ഈക്വൽ ടു R ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL സ്ക്വയർ. ശരിയല്ലേ? ഓക്കെ, സോ ഇതാണ് ഒരു LR സീരീസ് സർക്യൂട്ടിൻ്റെ കേസിലുള്ള ആവറേജ് പവർ ഇൻ ദ AC സർക്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് പവർ ഇൻ CR സീരീസ് സർക്യൂട്ട്. അപ്പോൾ നമുക്കറിയാം CR സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ അപ്ലൈഡ് EMF ലാഗ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ഓഫ് 5 ആണ്. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CR സീരീസ് സർക്യൂട്ടിൽ കറണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈഡ് EMFനേക്കാളും ലീഡ് ചെയ്യുന്നത്. സോ the instantaneous value of EMF E dash equal to E0 sin omega t ആണെങ്കിൽ what will be the value of instantaneous current? I dash will be equal to I0 sin omega t plus 5, since current leads the applied EMF by a phase of 5. Clear അല്ലേ? ഇനി so the instantaneous value of power P dash equal to E dash I dash. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം E0 I0 ഞാൻ ആദ്യം കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു E0 I0 സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇവിടെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, ഈ സൈൻ ഒമേഗ ടി പ്ലസ് 5 നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. സോ സൈൻ ഒമേഗ ടി പ്ലസ് 5 എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഒമേഗ ടി കോസ് 5 പ്ലസ് കോസ് ഒമേഗ ടി സൈൻ 5, അതായത് സൈൻ A പ്ലസ് B ഫോർമാറ്റിലേക്ക്. ശരിയല്ലേ? So P dash equal to E0 I0 sin omega t into sin omega t cos 5 plus cos omega t sin 5, and this is equal to E0 I0 into sin omega t ഉണ്ട് ബ്രാക്കറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ sin square omega t cos 5 plus sin omega t cos omega t sin 5. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും, നമുക്ക് ഈ സൈൻ സ്ക്വയർ ഒമേഗ ടീനെ മാറ്റണം, അതുപോലെ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി നമ്മൾ മാറ്റും. അപ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടീനെ എങ്ങനെയാണ് മാറ്റുക, 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡ് ബൈ 2, ആൻഡ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടീനെ സൈൻ 2 ഒമേഗ ടി ബൈ
2. ഇതൊക്കെ നമ്മൾ ട്രിഗ്നോമെട്രിക് റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മാറ്റിയിട്ടുള്ളത്. സോ ഇൻസ്റ്റന്റേനിയസ് പവർ P dash equal to E0 I0 into 1 minus cos 2 omega t by 2 into cos 5 plus sin 2 omega t by 2 into sin 5. രണ്ടിലും 2 കോമൺ ഉണ്ട് അല്ലേ, നമുക്കതിനെ പുറത്തേക്ക് എടുക്കാം. അതിന് മുന്നേ നമുക്ക് അടുത്ത് എന്താ ചെയ്യുക, നമുക്ക് എന്താ വേണ്ടത്, ആവറേജ് പവർ അല്ലേ അല്ലേ. ഓക്കെ, സോ P dash equal to E0 I0 by 2 into cos 5 minus cos 2 omega t into cos 5 plus sin 2 omega t into sin 5. ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ആ ബ്രാക്കറ്റ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇത് 1 മൈനസ് കോസ് 2 ഒമേഗ ടി ആയിരുന്നു, ഇൻറ്റു ഒരു കോസ് 5 ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോസ് 5 മൈനസ് കോസ് 2 ഒമേഗ ടി കോസ് 5. ക്ലിയർ. നൗ ദ ആവറേജ് പവർ പി, ആവറേജ് പവറിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി പി ഡാഷ് ഡി ടി ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 ടു ടി ഡി ടി. ഇത് നമുക്കറിയാം ടൈം പീരീഡ്, ടോട്ടൽ ടൈം പീരീഡ് അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു E0 I0 ബൈ 2, അത് ഇവിടെ ഉള്ളതാണ്. പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡിനോമിനേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി, സോ ടി ഞാൻ കൊടുത്തു, ഇൻ്റഗ്രൽ 0 ടു ടി, ബാക്കി ബ്രാക്കറ്റിലിട്ട് കോസ് 5 മൈനസ് കോസ് 2 ഒമേഗ ടി കോസ് 5 പ്ലസ് സൈൻ 2 ഒമേഗ ടി സൈൻ 5 ഇൻറ്റു ഡി ടി. ഇനി ഓരോ ടേമിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം, ഫസ്റ്റ് ടേമിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എന്ത് വരും, ഇൻ്റഗ്രൽ 0 ടു ടി കോസ് 5 ഡി ടി വരും, മൈനസ് അടുത്ത് നോക്കുക, ഇവിടെ കോസ് 5ഉം സൈൻ 5ഉം കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പം ബാക്കി എന്താ ഇവിടെ ഉള്ളത്, ഇവിടെ ഒന്ന് കോസ് 2 ഒമേഗ ടി ഉണ്ട്, ഇവിടെ സൈൻ 2 ഒമേഗ ടി ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേ കാര്യം, ദ ആവറേജ് വാല്യൂ ഓഫ് സൈൻ ഓർ കോസ് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഓർ പീരീഡ് ഈക്വൽ ടു 0. അതുകൊണ്ട് ഈ രണ്ട് ടേമിന്, സെക്കൻഡ് ടേമിൻ്റെയും തേർഡ് ടേമിനും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 0. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു E0 I0 ബൈ 2t ഇൻറ്റു, ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് 5 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി ഡി ടി എന്ന് പറഞ്ഞാൽ ടി. ക്ലിയർ അല്ലേ. ഇനി ടിയും ടിയും കട്ട് ചെയ്ത് പോകും, ടിയും ടിയും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ E0 I0 cos 5 ബൈ 2. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, E0 I0 ബൈ 2നെ നമുക്ക് എങ്ങനെ എഴുതാം, ERMS ഇൻറ്റു IRMS എന്ന് എഴുതിക്കൂടെ. ഓക്കെ, സോ ദ ആവറേജ് പവർ P ഈക്വൽ ടു ERMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് 5. അപ്പം നമ്മൾ നേരത്തെ LR സീരീസ് സർക്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആവറേജ് പവറിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരുന്നു, ERMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് 5 എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ ആകെ വ്യത്യാസം ഉണ്ടാവുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ് 5, ദാറ്റ് ഈസ് പവർ ഫാക്ടറിൻ്റെ വാല്യൂയിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് CR സർക്യൂട്ടിൻ്റെ കേസിലുള്ള പവർ ഫാക്ടറിൻ്റെ വാല്യൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് എഴുതി വയ്ക്കുക. എന്തായിരുന്നു അതിൻ്റെ വാല്യൂ ഓർമ്മ ഉണ്ടോ, കോസ് 5 ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ. നമ്മൾ LR സീരീസ് സർക്യൂട്ട് പറഞ്ഞപ്പം R ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL സ്ക്വയർ ആണ് പറഞ്ഞിരുന്നെങ്കിൽ CR സർക്യൂട്ട് ആകുമ്പോൾ എന്ത് വരും, R ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ. ക്ലിയർ. അപ്പം പവർ ഫാക്ടറിൽ മാത്രമാണ് അവിടെ വ്യത്യാസം വരുന്നത്. ഇക്വേഷനൊക്കെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് IRMS ഇൻറ്റു ERMS ഇൻറ്റു കോസ് 5 തന്നെയാണ്. ആകെ വ്യത്യാസം വരുന്നത് എന്താണ്, ആ പവർ ഫാക്ടറിലാണ് വ്യത്യാസം വരുന്നത്. ഇനി നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്, പവർ ഇൻ LCR സീരീസ് സർക്യൂട്ട് അല്ലേ. അപ്പം പവർ ഇൻ LCR സീരീസ് സർക്യൂട്ട് നമുക്കറിയാം, പവർ ഇൻ LCR സീരീസ് സർക്യൂട്ട് കാണുമ്പോൾ ആദ്യം നമുക്ക് ഫേസ് റിലേഷൻ വേണം അല്ലേ. എന്താണ് LCR സീരീസ് സർക്യൂട്ടിൻ്റെ കേസിലുള്ള ഫേസ് റിലേഷൻ, അവിടെ EMF ആണോ ലീഡ് ചെയ്യുന്നത്, കറണ്ട് ആണോ ലീഡ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും EMF ആണ് ലീഡ് ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക് പറയാം, in the case of LCR series circuit, applied EMF leads the current by a phase of phi. Okay, so let the instantaneous value of applied EMF be E dash equal to E0 sin omega t. So since current lags the applied EMF by a phase of phi ആയതുകൊണ്ട് the instantaneous value of current I dash equal to I0 sin omega t minus phi. നമ്മളെല്ലാ സീരീസ് സർക്യൂട്ട് ചെയ്തതുകൊണ്ട് ഇത് വളരെ സിമ്പിൾ ആയിരിക്കും, കാരണം അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് വീണ്ടും ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ P ഡാഷ് ഈക്വൽ ടു E ഡാഷ് I ഡാഷ് ഈക്വൽ ടു E0 I0 സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 5. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ സൈൻ ഒമേഗ ടി മൈനസ് 5നെ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പം സൈൻ ഒമേഗ ടി കോസ് 5 മൈനസ് കോസ് ഒമേഗ ടി സൈൻ 5. ക്ലിയർ അല്ലേ. So P dash equal to E0 I0 sin omega t into sin omega t cos 5 minus cos omega t sin 5. Now bracket open ചെയ്യുക. bracket open ചെയ്യുമ്പം P dash equal to E0 I0 sin square omega t cos 5 minus sin omega t cos omega t sin 5.
അഗെയിൻ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ആവറേജ് പവർ ആണ് കാണാൻ പോകുന്നത്. സോ ആവറേജ് പവറിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ആവറേജ് പവർ P ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t P ഡാഷ് dt ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to t dt. വാല്യൂ അപ്ലൈ ചെയ്ത് നോക്കുക, പി ഡാഷിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ P ഈക്വൽ ടു ആവറേജ് പവർ P ഈക്വൽ ടു E0 I0 ബൈ t t ഇൻ്റഗ്രൽ 0 to t 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2. അതായത് നമ്മൾ ആ സൈൻ സ്ക്വയർ ഒമേഗ ടി നമ്മൾ എന്ത് ചെയ്തു 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 ആക്കി ഇൻറ്റു കോസ് 5 മൈനസ് സൈൻ 2 ഒമേഗ ടി ബൈ 2. ഇതേതാ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടീനെ അല്ലേ ഇൻറ്റു സൈൻ 5 ഇൻറ്റു ഡി ടി. ഈ ടി എങ്ങനെ വന്നേ നമ്മുടെ ഡിനോമിനേറ്ററിലുള്ള ആവറേജ് പവറിൻ്റെ ജനറൽ ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിലുള്ള ഇൻ്റഗ്രൽ 0 to t ഡി ടീൻ്റെ വാല്യൂ ആണ് ടി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ രണ്ട് ടേമിലും 2 കോമൺ ആണ്, പുറത്തേക്ക് എടുക്കുക. സോ E0 I0 ബൈ 2t ഇൻറ്റു ഇൻ്റഗ്രൽ ഓരോ ടേമിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓരോ ടേമിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഫസ്റ്റ് ടേം എന്ത് വരും കോസ് 5 വരും അല്ലേ, സെക്കൻഡ് ടേം കോസ് 2 ഒമേഗ ടി കോസ് 5 വരും, തേർഡ് ടേം സൈൻ 2 ഒമേഗ ടി സൈൻ 5 വരും. പക്ഷേ സെക്കൻഡ് ടേമും തേർഡ് ടേമും എക്സിസ്റ്റ് ചെയ്യോ ഇല്ല, അതിൻ്റെ ആവറേജ് വാല്യൂ ഓവർ കംപ്ലീറ്റ് സൈക്കിൾ എന്താണ് 0 ആണ്. സോ ഈ ഒരു ഇൻ്റഗ്രലും എന്തായി പോവും 0 ആയി പോവും. ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഒരു ഇൻ്റഗ്രൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഇൻ്റഗ്രലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് 5 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t dt എന്താ ടി അല്ലേ. സോ E0 I0 ബൈ 2t ഇൻറ്റു കോസ് 5t. അഗെയിൻ ടിയും കട്ട് ചെയ്ത് പോവും, ടിയും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ E0 I0 ബൈ 2 ഇൻറ്റു കോസ് 5. So average power in the case of LCR series circuit equal to ERMS into IRMS into cos 5. വീണ്ടും നോക്കിയേ LCR സീരീസ് സർക്യൂട്ട് വന്നപ്പോഴും നമ്മുടെ ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ എന്താണ് ജനറൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത് IRMS into ERMS into cos 5. ഇവിടെ ആകെ ആരെ വ്യത്യാസം ഉണ്ടാവുക നേരത്തെ പറഞ്ഞ പോലെ പവർ ഫാക്ടറിലാണ് വ്യത്യാസം ഉണ്ടാവുക. പവർ ഫാക്ടറിൽ എത്രയായിരിക്കും LCR സീരീസ് സർക്യൂട്ടിലെ R by root of R square plus XL minus XC whole square. അപ്പം ഓരോ എ സി സർക്യൂട്ട് എടുക്കുമ്പോഴും അതിൻ്റെ ആവറേജ് പവർ കിട്ടുന്ന ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ERMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് 5 തന്നെയാണ്. ആകെ വ്യത്യാസം വരുന്നത് ഓരോ സർക്യൂട്ട് കൊടുക്കുന്ന പവർ ഫാക്ടർ എന്താണ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ചെറിയൊരു ഡിസ്കഷനിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് പവർ ഫാക്ടർ കറക്ഷൻ. എന്തിനാണ് ഈ പവർ ഫാക്ടർ കറക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ കോസ് 5 അതിൻ്റെ എത്ര എനർജി സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് തരുന്നത്. ശരിയല്ല, ആ സർക്യൂട്ടിലൂടെ എത്ര എനർജിയാണ് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് സത്യം പറഞ്ഞാൽ പവർ ഫാക്ടർ തരുന്നത്. പിന്നെ എന്തിനാ ഈ പവർ ഫാക്ടർ കറക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സർക്യൂട്ടുകൾ, ചില ഇലക്ട്രിക് സർക്യൂട്ടുകളിലൊക്കെ ഇൻഡക്ടർ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് കാരണം അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കാരണം എന്ത് സംഭവിക്കും, അതിന് അക്രോസ് ആയിട്ടുള്ള എനർജി ലോസ് കൂടും. അപ്പോൾ എനർജി ലോസ് നമ്മൾ ഒരു സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യില്ല പ്രൊമോട്ട് ചെയ്യാത്തൊരു സാധനം. അപ്പോൾ ഈ എനർജി ലോസ് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പവർ ഫാക്ടർ കറക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻ ദ കേസ് ഓഫ് ഇൻഡക്റ്റൻസ് വിത്ത് എ റെസിസ്റ്റൻസ് പവർ ഫാക്ടർ കോസ് 5 ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL സ്ക്വയർ. ശരിയല്ലേ? ഇനി നോക്കുക, ഞാനൊരു ഇലക്ട്രിക് മോട്ടോർ എടുക്കുകയാണ്. ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ സോളിനോയിഡ് അല്ലെങ്കിൽ വൈൻഡിങ്സ് ഉണ്ട് അല്ലേ. ഈ വൈൻഡിങ്സിൻ്റെ എല്ലാം തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഇൻഡക്റ്റൻസ് വാല്യൂ വെരി ഹൈ വാല്യൂ ആണ്. സോ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് മോട്ടോഴ്സ്, സോളിനോയിഡ്സ് ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് വൈൻഡിങ് ഓഫ് വെരി ലാർജ് ഇൻഡക്റ്റൻസ് ഈസ് യൂസ്ഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ വെരി ലാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻ ടു ദ പവർ ഫാക്ടർ? പവർ ഫാക്ടറിന് എന്താ സംഭവിക്കുക നോക്കിയേ. പവർ ഫാക്ടർ നോക്കിയേ, കോസ് 5 ഈക്വൽ ടു R ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL സ്ക്വയർ അല്ലേ, ശരിയല്ലേ? അപ്പോൾ XL സ്ക്വയർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പവർ ഫാക്ടർ എന്താ ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, സോ ആസ് ദ ഇൻഡക്റ്റൻസ് ഇൻക്രീസസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇൻക്രീസസ്, XL ഇൻക്രീസസ്. സോ ദ പവർ ഫാക്ടർ കോസ് 5 എന്ത് ചെയ്യും, കുറയും. അപ്പോൾ പവർ ഫാക്ടർ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടിലേക്ക് വരുന്ന പവറിൻ്റെ എമൗണ്ട് കുറവാണ്. നമുക്കതല്ല വേണ്ടത്, നമ്മുടെ സർക്യൂട്ടിലേക്ക് വരുന്ന പവറിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കണം. പക്ഷേ ഈ ഒരു പവർ എന്ത് ചെയ്യാൻ പാടില്ല, ലോസ് ചെയ്ത് പോകാൻ പാടില്ല. ഓക്കെ, സോ ഇവിടെ ഞാൻ എഴുതി നോക്കുക. സോ പവർ ഫാക്ടർ ഇ വിൽ ബി വെരി ലോ വിച്ച് റിസൾട്ട്സ് എ ഗ്രേറ്റ് ലോസ് ഓഫ് എനർജി. അപ്പം എന്തുകൊണ്ടാണ് ഈ പവർ ഫാക്ടർ കുറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം
ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുന്നതുകൊണ്ടാണ്. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡക്ടർ അല്ലെങ്കിൽ ഈ വൈൻഡിങ്ങിന് അക്രോസ് ആയിട്ട് എനർജി ലോസ് സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സർക്യൂട്ടിലേക്കുള്ള ഈ പവർ ഫാക്ടറിൻ്റെ വാല്യൂ കുറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. പവർ ഫാക്ടർ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലേക്ക് ഡെലിവർ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പവർ കുറയാണ്. അപ്പോൾ കുറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കാരണം അതിന് അക്രോസ് ആയിട്ടുള്ള വൈൻഡിങ്ങിന് അക്രോസ് ആയിട്ടുള്ള എനർജി ലോസ് കൂടുകയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം ആ എനർജി ലോസ് എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണ്, പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ടു റെഡ്യൂസ് ദ ലോസസ് പവർ ഫാക്ടർ ഈസ് ടു ബി ഇൻക്രീസ്ഡ്. ജനറലി ഇതെങ്ങനെയാണ് ജനറലൈസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കും. അതായത് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കപ്പാസിറ്ററും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാം. അല്ലെങ്കിൽ പവർ ഫാക്ടറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു കപ്പാസിറ്ററും കൂടെ ഞാൻ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഒരു LCR സീരീസ് സർക്യൂട്ട് പോലെയായി. ശരിയല്ലേ? അപ്പം അത്തരം കേസുകളിൽ ഇൻഡക്ടർ വിത്ത് കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും, cos y = r/√r² + XL - XC². ശരിയല്ലേ? അപ്പം ഈ ഒരു കപ്പാസിറ്ററും കൂടെ ഞാൻ അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടിനും കൂടെ ഇൻഡക്റ്റൻസിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെയും കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെയും ഡിഫറൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് ആ വാല്യൂ എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിൽ ആ വാല്യൂ കുറയും. സോ പവർ ഫാക്ടർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ജനറലി നമ്മൾ ഇങ്ങനെയാണ് പവർ ഫാക്ടർ ഇൻക്രീസ് നടത്തുന്നത്, ബൈ കണക്റ്റിംഗ് ആൻ കപ്പാസിറ്റർ വിത്ത് ഇൻഡക്ടർ. Okay, in this case, in the case of power lines, capacitor is connected in parallel with inductor. This process of improving power factor by connecting a capacitor across the inductance in an AC circuit is called power factor correction. Power factor increase ചെയ്യാൻ വേണ്ടി ഈ ഒരു സർക്യൂട്ടുകളിലേക്ക് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, പവർ ഫാക്ടർ കറക്ഷൻ മെത്തേഡ് ഫോർ ഇംപ്രൂവിങ് ദ പവർ ഫാക്ടർ. ഓക്കെ, നിങ്ങളിവിടെ ആലോചിക്കുക, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സർക്യൂട്ടിന് യൂസ്ഫുൾ ആയിട്ടുള്ള എനർജിയാണ് അല്ലെങ്കിൽ പവറാണ്. പക്ഷേ ഈ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുമ്പം നമ്മുടെ സർക്യൂട്ടിലേക്ക് വരുന്ന പവർ ഒരുപാട് എന്ത് ചെയ്യും, ആ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കാരണം ഇൻഡക്ടറിനെ അക്രോസ് ആയിട്ട് ലോസ് ചെയ്ത് പോകും എന്നർത്ഥം. അപ്പം അങ്ങനെ ലോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കണക്ഷനാണെന്ത്, ഒരു കപ്പാസിറ്റർ ഇൻഡക്ടറിനെ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. Okay.